ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്മൾക്ക് വിലയിട്ടാലേ മറ്റുള്ളവർ നമ്മൾക്ക് വിലയിടുള്ളൂ. നമുക്ക് ചിലപ്പോൾ പല കുറവുകളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ പോകുന്ന ആളായിരിക്കും. നിങ്ങൾ ഏത് തരത്തിലുള്ള ആളാണെങ്കിലും നമ്മളുടെ ജീവിതത്തിലുണ്ടായ ആ സാഹചര്യങ്ങളിലുള്ള പരാജയങ്ങളും സാഹചര്യങ്ങളിലുള്ള ഒറ്റപ്പെടലുകളാണ് എന്ന് കരുതി നമ്മൾ കുറഞ്ഞ പുള്ളിയായിട്ട് നമ്മളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തിരുന്നുള്ളൂ. നമ്മളെപ്പോഴും നമ്മളെ കുറഞ്ഞ രീതിയിൽ വിലയില്ലാത്തവളായി സ്വയം ചിന്തിക്കുന്നുവോ, അപ്പോൾ മറ്റുള്ളവരെല്ലാം നമ്മളെ വിലയില്ലാത്തവനായിട്ട് കാണാൻ തുടങ്ങും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ആദ്യം നമുക്കുള്ളിലൊരു വിലയിടണമുള്ളൂ. ജീവനുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിൽ പലതും സാധ്യമാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് രണ്ട് കൈയും കാലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാത്ത എത്രയോ പേര് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫിസിക്കലി പോലും ഏബിൾ അല്ലാത്ത നിരവധി ആൾക്കാർ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടണം. അപ്പോൾ അവരുടെ ആ ഫിസിക്കലി ഏബിൾ അല്ലാത്ത കുറവുകൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അവരെ ഒരിക്കലും പലതിനും കഴിയാത്തവരാണെന്ന് സ്വയം താത്തണ ഒരു മൈൻഡ് അവർക്ക് ഉണ്ടാവില്ല. കാരണം അവരുടെ മുമ്പിലുള്ളത് വിജയിക്കണം, സക്സസ് ആകണം എന്നുള്ളൊരൊറ്റ ആഗ്രഹമായിരിക്കും. അതാണ് സോഷ്യൽ മീഡിയയിൽ അവരെ വലിയ ആളാക്കണം. ഇപ്പോൾ കുംഭമേളയിൽ വന്ന ഒരു പെങ്കൊച്ച്, എല്ലാവർക്കും അറിയാവുന്ന മോണാലിസ എന്നും പറഞ്ഞ് ആൾക്കാർ പബ്ലിസിറ്റി ചെയ്ത പെങ്കൊച്ച്. ആ പെങ്കൊച്ച് ജീവിക്കാൻ വേണ്ടി മാല വയ്ക്കാനായിട്ട് വന്നതാണ്. ആ പെങ്കൊച്ചിൻ്റെ പ്രായമോ പരിമിതികളോ ഒന്നും നോക്കാതെ ആ പെണ്ണിൻ്റെ തൊഴിൽ ചെയ്യുന്നു അല്ലേ. അവിടെ ആ തൊഴിൽ ചെയ്യുമ്പോൾ എൻ്റെ പ്രായമോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നോക്കാണ്ട് ഞാനൊരു മാല വിൽപ്പനക്കാരിയാണ് അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് അവർ ചെയ്യുന്ന എന്ത് തൊഴിലാണ് അവർക്കൊരു വിലയിട്ടിട്ടുണ്ടാവും. പേഴ്സണലി അവരോട് തന്നെയുള്ളൊരു മതിപ്പ്, അത് നമ്മളോട് തന്നെ തോന്നുന്നൊരു മതിപ്പ്, അതാണ് നമുക്കിടുന്ന ഒരു വില അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു ഇത് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർ നമുക്ക് വിലയിടും. ഇന്ന് ബോച്ചെ വരെ വിളിച്ചിട്ട് നല്ലൊരു പ്രതിഫലം കൊടുത്തിട്ടുണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചെന്നുള്ളത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും പ്രശ്നമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കഴിവുകേടുകളും കുറവുകളും ഒന്നും നോക്കാതെ നമ്മളൊരു വാല്യുബിൾ പേഴ്സൺ ആണെന്നും നമുക്ക് പലതും പറ്റും എന്നുള്ളൊരു മൈൻഡിൽ നമുക്ക് വിലയിടുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് വിലയിട്ടുള്ളൊരു മൈൻഡ് സെറ്റും ലൈഫ് സ്റ്റൈലും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമുക്ക് വില ഇടുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ വില കിട്ടാൻ വേണ്ടി നമ്മൾ പുറമേ എന്ത് കാട്ടിക്കുട്ടിയാലും ആരും നമുക്കൊരു വിലയും തരില്ല. നമ്മളൊരിക്കലും ഒരു വാല്യുബിൾ പേഴ്സൺ ആകും. നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ, പ്രശ്നങ്ങൾ, ജീവിതത്തിലുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ട് അതെല്ലാം അതിൻ്റെ എല്ലാം അകത്തൊക്കെയായിട്ട് നമ്മളൊന്നിനും കൊള്ളാത്തവനാണോ, ഞാൻ പരാജിതനാണോ എന്നൊക്കെയുള്ള ചിന്തകൾ അങ്ങനെ കളഞ്ഞിട്ട് ഞാൻ വാല്യുബിൾ പേഴ്സൺ ആണെന്നും പലതും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, നേടാൻ പറ്റുമെന്നും, ഞാൻ സക്സസ്ഫുൾ ആവുമെന്നും അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്നും നിങ്ങൾ 100% വിശ്വസിച്ചു പോകും. അങ്ങനെ നിങ്ങൾക്കൊരു വിലയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകും. സ്വയം താഴാണ്ടിരിക്കുക, സ്വയം കുറ്റപ്പെടുത്താണ്ടിരിക്കുക. ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ പറയും. ഈ ലോകം മുഴുവൻ പറയും നിങ്ങളൊന്നിനും കൊള്ളാത്തവനാണ്. ഈ ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തും. ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കുറവുകളും പോരായ്മകളും മാത്രം നോക്കി അവരത് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളുടെ സാന്നിധ്യത്തിൽ അസാന്നിധ്യത്തിൽ. പക്ഷെ അവർ പറഞ്ഞോട്ടെ, നിങ്ങളെ നോക്കി നിങ്ങളൊരിക്കലും ഇതൊന്നും പറയരുത്. നിങ്ങളെ നോക്കി നിങ്ങളെപ്പോൾ പറയുന്നുവോ അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് പരാജയങ്ങൾ വരും, നിങ്ങൾക്ക് വിലയില്ലാണ്ട് വരും. അപ്പം ഞാനിതൊരു ചെറിയ വീഡിയോ ആണ് ഈ പറയുന്നത്. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ്. നിങ്ങൾ വാല്യുബിൾ പേഴ്സൺ ആണെങ്കിൽ നിൽക്കുന്ന വിലയുടെ മൂല്യം അനുസരിച്ചിട്ടാണ് മറ്റുള്ളവർ അതനുസരിച്ച് അട്രാക്ട് ചെയ്തൊരു വാല്യൂ വരിക. അപ്പോൾ സ്വയം പഴി പറയാതെ, സ്വയം കുറ്റപ്പെടുത്താതെ, എന്തെല്ലാം ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതിനെ ഓർത്തെല്ലാം നമ്മൾ കഴിവുകെട്ടവളാണെന്ന് ചിന്തിക്കാതെ നമുക്കിനിയും അവസരമുണ്ട്, ഈ സമയവും കടന്നു പോവും എന്ന് നമ്മൾ കേട്ടിട്ടുള്ള ആ വീട് പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം കടന്നു പോകും, ഞാൻ ചെയ്യും, അച്ചീവ് ചെയ്യും, വലിയ വിജയങ്ങൾ എന്നെ തേടി വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് സ്വയം വിലയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. നന്ദി, നമസ്കാരം.